റൂട്ട് 2, റൂട്ട് 8, റൂട്ട് 18, റൂട്ട് 32 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ അടുത്ത പദം എത്ര? നമുക്കൊരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് വന്നിട്ട് നെക്സ്റ്റ് ടേം ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ പദം റൂട്ട് 2, അടുത്ത പദം റൂട്ട് 8. റൂട്ട് 8 പറയുമ്പോൾ നമുക്ക് 4 × 2 റൂട്ട് ഓഫ് 4 × 2 എഴുതാം. 4 × 2 8. അതുപോലെ 18 പറയുമ്പോൾ റൂട്ട് ഓഫ് 9 × 2 എഴുതാം. 32 നമുക്ക് റൂട്ട് ഓഫ് 16 × 2 എഴുതാം. ഈ റൂട്ട് 2 അതുപോലെ ഇട്ടു. ഈ 4 × 2-ലത്തെ 4ൻ്റെ റൂട്ട് നമുക്കറിയാം. 4ൻ്റെ റൂട്ട് 2 ആണ്. ബാക്കി 2ന് റൂട്ടില്ല, 2 റൂട്ടുണ്ട്, അത് എഴുതി. അടുത്ത 9 × 2 അതിലത്തെ 9ൻ്റെ റൂട്ട് നമുക്കറിയാം 3, പിന്നെ 2ന് റൂട്ടില്ല, അപ്പോൾ 3 റൂട്ടുണ്ട്, അത് എഴുതി. അതുപോലെ ഇവിടെ 16 × 2, 16ൻ്റെ റൂട്ട് 4, 2ന് റൂട്ടില്ല, 4 റൂട്ടുണ്ട്. അപ്പോൾ ഈ സമാന്തര ശ്രേണി നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? 1 റൂട്ട് 2, 2 റൂട്ട് 2, 3 റൂട്ട് 2, 4 റൂട്ട് 2. അപ്പോൾ എന്തായി? റൂട്ട് 2 കൂടി കൂടി പോവുകയാണ്. 1 റൂട്ട് 2, റൂട്ട് 2ഉം റൂട്ട് 2ഉം 2 റൂട്ട് 2, 1 റൂട്ട് 2 കൂട്ടിയാൽ 3 റൂട്ട് 2, വീണ്ടും 1 റൂട്ട് 2 കൂട്ടിയാൽ 4 റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 കൂട്ടി കൂട്ടി പോവുകയാണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5 റൂട്ട് 2 ആണ്. ഈ 5 റൂട്ട് 2നെ നമുക്ക് ഇത് ഒന്നിച്ചെങ്ങനെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുക? റൂട്ട് ചിഹ്നത്തിനകത്ത് 5ൻ്റെ സ്ക്വയർ ഇട്ടാൽ മതി. ഇപ്പം ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ. ഇപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 9 × 2 നമ്മൾ എന്ത് ചെയ്തു? 9 റൂട്ട് 3 റൂട്ട് 2 എഴുതി. അതുപോലെ തിരിച്ച് ചെയ്യുക. 5 റൂട്ട് 2 എന്നിങ്ങനെ കിടക്കുമ്പോൾ ഈ 5നെ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? 5ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് എന്ത് വരും? 25 × 2. അപ്പോൾ റൂട്ട് ഓഫ് 25 × 2 50. നമുക്ക് അടുത്ത പദം കിട്ടി. എത്രയാണ്? റൂട്ട് 50. ഇത് 29/4/23 വന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ.